നമ്മളെല്ലാവരും ട്രേഡിംഗ് ലൈഫിൽ നമ്മളോട് തന്നെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കമന്റ്സിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് ബൈ എടുക്കാൻ തോന്നുമ്പോൾ നമുക്ക് സെല്ല് എടുക്കാൻ തോന്നുമ്പോൾ ബൈ എടുക്കാം. കാരണം എന്താ, നമ്മൾ എപ്പോഴൊക്കെ ബൈ എടുക്കുമ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ്, എപ്പോഴൊക്കെ സെല്ല് എടുക്കുമ്പോഴും നമുക്ക് സ്റ്റോപ്പ് ലോസ്. എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അപ്പൊ നമുക്ക് അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുത്തുകൂടെ നമുക്ക് തോന്നും. ഇൻ കേസ് നമ്മൾ ആ അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് ലോസ് ആവണേക്കാളും ബുദ്ധിമുട്ടാണ് ആ ട്രേഡ് പ്രോഫിറ്റ് ആവണ വരെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അറ്റാക്ക് തന്നെ വന്നു പോകും. കാരണം എന്താ, അത് നമ്മുടെ ഉള്ളിലുള്ള മനസ്സ് നമ്മളോട് പറഞ്ഞ ഡിസിഷൻ മേക്കിന്റെ അഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ട്രേഡ് എടുത്തിരിക്കുന്നത്. നമ്മളൊക്കെ നിൽക്കുന്നത് ഇപ്പൊ ഒരു ഒബീഡിയൻസ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈഫിന്റെ ഒരു സോൺ. നമുക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവിന്റെ ഏജിലാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെല്ലാം ഈ ട്രേഡിംഗ് ജേണിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ ന്യൂറോൺസിൽ നിന്ന് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാനുള്ള, നമ്മൾ ഇപ്പൊ ട്രേഡിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക്കലി ട്രിഗർ ആയിട്ട് നമ്മൾ ബൈയോ സെല്ലോ നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ എപ്പോൾ ബൈ ഇടുന്നോ എപ്പോൾ സെല്ല് ഇടുന്നോ നമുക്ക് ലോസ് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴൊക്കെ നമ്മളെ റേഷണൽ ഡിസിഷൻ മേക്കിംഗ് അഥവാ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളെ യുക്തിബോധത്തിന് അഗെയിൻസ്റ്റ് എപ്പോഴൊക്കെ നമ്മൾ ട്രേഡ് ചെയ്യുന്നോ അപ്പൊ മാത്രമാണ് നമുക്ക് ഇതിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. മാനിപ്പുലേറ്റ് ചെയ്യുന്നത് മാസ് സൈക്കോളജിനാണ് പക്ഷെ നമുക്ക് യുക്തിബോധത്തിന് അഗെയിൻസ്റ്റ് ഒരിക്കലും നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ റേഷണൽ ഡിസിഷൻസ് അഗെയിൻസ്റ്റ് ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ട്രേഡിൽ ഒരിക്കലും ഉറച്ചു നിൽക്കാനും പറ്റില്ല. നമ്മളെ മനസ്സിന് വ്യക്തമായിട്ടുള്ള ഒരു ഡാറ്റ നമ്മളെ കയ്യിൽ വേണം. അതിനാണ് റെലവെന്റ് ആയിട്ടുള്ള ബാക്ക് ടെസ്റ്റിംഗ് ഡാറ്റ നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതും നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതും. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡാറ്റ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ ഫസ്റ്റ് പിൻ ചെയ്ത ഈ കമന്റിൽ പറഞ്ഞ പോലെ നിങ്ങൾ ട്രേഡ് ചെയ്തോ നിങ്ങൾക്ക് സക്സസ് ആവും. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീണ്ടും ലോസ് വരാനാ സാധ്യതയുള്ളൂ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ മോർ ടിപ്സിന് വേണ്ടി നമ്മൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കരുത്. ഓക്കെ.